ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ അധികവും അലുമിനിയം പാത്രത്തിലും അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ നമ്മൾ കറി വയ്ക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതിനേക്കാളൊക്കെ നമുക്ക് വളരെ നല്ലത് ഇതുപോലെ മൺചട്ടിയിലൊക്കെ നമ്മൾ കറിയാക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. പക്ഷേ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് സീസണിങ് ചെയ്തെടുക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇനി അതിനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സീസണിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 എളുപ്പ വഴികളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ 2 മൺചട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ രാത്രി സമയത്ത് നമ്മളതിന് നോർമലായിട്ടുള്ള വെള്ളത്തിൽ ഫുള്ളായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ മുക്കിയെടുക്കണമെങ്കിൽ മുക്കിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലോ നമുക്ക് മുക്കി വയ്ക്കാം. ശരിക്കും ഫുള്ളായി തന്നെ മുങ്ങിയിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മളതിന് നന്നായി കടലമാവ് യൂസ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. 2 പാത്രവും കഴുകിയെടുത്തിട്ടുണ്ട്. അതിലൊരു പാത്രത്തിൽ നമ്മളിതുപോലെ അടുപ്പത്താണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പാത്രമാണ്. നമ്മൾ മീൻകറിയും ഇറച്ചിക്കറിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉരുളി പോലെ ഒരു പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളത് അടുപ്പത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഫുള്ളായി തന്നെ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ചട്ടി നമുക്ക് ശരിക്കും പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്കത് സീസണിങ് ചെയ്തെടുക്കാനുള്ളതൊരു ടിപ്പാണ് കേട്ടോ. അത് ഞാൻ ഒരു 3 ചിരട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് 3, 4, 5 കയ്യിൽ എത്ര ചിരട്ടയുണ്ടോ അത്ര എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിരട്ടനെ ആദ്യം ഒന്ന് തീ കത്തിപ്പിടിപ്പിക്കുകയാണ്. ഇതുപോലെ അടുപ്പിൻ്റെ ഓരത്ത് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും തന്നെ അതിൽ തീ കത്തി വരുമല്ലോ. അപ്പോൾ ആ കത്തി വരുന്ന സമയത്ത് ആ ചിരട്ടനെ നമ്മൾ ഈ ഒരു മൺചട്ടിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ വെക്കുകയാണ്. ഈ 2 ചട്ടിയും നമ്മൾ കടലമാവ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ അതിന് ഒരു ചിരട്ട കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചിരട്ടയും കൂടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് 3 ചിരട്ടയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വിറകടുപ്പ് വിറക് കത്തി പകുതി ആയതുണ്ടല്ലോ അതും ഞാൻ അതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായി അവിടെ ഇരുന്ന് കത്തട്ടെ. ഇപ്പം നമ്മൾ ചായപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ തിളച്ചിട്ട് ഈ വിറകെല്ലാം കത്തിക്കഴിഞ്ഞ ശേഷവും അത് ആ അടുപ്പിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് വൈകുന്നേരം വരെ ആവണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കേട്ടോ. ഈ വെള്ളം നല്ല പോലെ തന്നെ ഒരുവിധം വറ്റി ആറി വരുന്നവരെ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതായപ്പോൾ ഈ ഒരു ചിരട്ടയുണ്ടല്ലോ അത് ഫുള്ളായി തന്നെ നമുക്കിതിൽ കത്തി ഇതുപോലെ കനൽ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കനലെല്ലാം തന്നെ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു വഴി ഉണ്ടല്ലോ നമ്മൾ ചിരട്ട കത്തിക്കുന്നത്, ഇതാണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ മൺചട്ടി സീസണിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എളുപ്പ വഴി. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ തീക്കനലെല്ലാം തന്നെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് വെക്കുക കേട്ടോ. ഈ ഒരു മൺചട്ടി നല്ല ചൂടുണ്ട്, തീ കത്തിയതല്ലേ. അപ്പോൾ അത് നന്നായി ഒന്ന് ആറിയതിന് ശേഷം നമുക്കതൊന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിറകടുപ്പായത് കാരണം ഇടയ്ക്കൊന്ന് വിറക് തള്ളി വിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഗ്യാസിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ കുറേ സമയം നമുക്ക് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറേ സമയം നമുക്ക് എടുക്കും കേട്ടോ. അപ്പോൾ അടുപ്പാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചിരട്ട കത്തിച്ചിട്ടുള്ള ആ മൺചട്ടി നമ്മൾ എടുത്ത് അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതുപോലെ കടലമാവ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയാലും മതി കേട്ടോ. അങ്ങനെ തുടയ്ക്കണം എന്നില്ല. വെയിലത്ത് വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് കുറച്ച് സമയം വെയിലത്ത് വെക്കുമ്പോഴേക്കും തന്നെ അത് നന്നായി ഉണങ്ങി കിട്ടിയത് കണ്ടോ. ഇപ്പം തന്നെ അതിനകത്ത് നല്ല പോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പരുവത്തിൽ നമുക്ക് ഈ ഒരു മൺചട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് എണ്ണ തൂക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് തടവിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഈ ഒരു മൺചട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ആ ഒരു നമ്മൾ ചായപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന അതും. പക്ഷെ നമുക്ക് ആ ഒരു വെള്ളം നന്നായി ഒന്ന് തിളച്ച് കുറച്ച് സമയം വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്ക് ടൈം എടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് വെയിലത്ത് വയ്ക്കുക. വെയിലത്ത് വയ്ക്കുമ്പോൾ അടിയിൽ തെരുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടിൻ്റെ മൂട് നല്ലപോലെ തന്നെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തതും ഇതുപോലെ ഇതിപ്പോൾ ഞാൻ രാവിലെ വെച്ചതാണ്. ഒരു 10-11 മണിയാകുമ്പോൾ വെച്ചതാണ്. 4 മണിയാകുമ്പോഴേക്കും അടുപ്പെല്ലാം തന്നെ തീക്കനലെല്ലാം പോയി വെള്ളം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചായപ്പൊടിയുടെ വെള്ളം കളയണ്ട കേട്ടോ. നമുക്ക് കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം, അടുക്കളത്തോട്ടത്തിന്, റോസാ ചെടിക്കൊക്കെ നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ചട്ടിൻ്റെ ഉൾവശം കണ്ടോ നല്ല പോലെ തന്നെ ആ ഒരു
ചായപ്പൊടിയുടെ ആ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഈ ഒരു രീതിയിൽ കടലമാവ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തേച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് എണ്ണ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയൂ കേട്ടോ. നല്ല പോലെ തന്നെ സീസണിങ് ആയിട്ടുണ്ട്. മൺചട്ടി നല്ല പോലെ തന്നെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റൊക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേവിക്കാനുള്ളത്, ഇപ്പോൾ കടല വേവിക്കാനുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങാനിടുക, നേന്ത്രപ്പഴം വേവിക്കാനിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോളം വേവിക്കാനിടുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ, പക്ഷേ ഇതിൽ ഒരിക്കലും മണ്ണ് പൊടിഞ്ഞ് വരിക അങ്ങനെയുള്ള പ്രശ്നവുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് കുറേ നാൾ പൊട്ടാതെ നമുക്ക് ഈ ഒരു മൺചട്ടി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ചിരട്ടയിട്ടിട്ട് മയപ്പെടുത്തി എടുത്തിട്ടുള്ള മൺചട്ടി ഉണ്ടല്ലോ, അത് ഞാൻ ഉടനെ തന്നെ ഞാൻ ഉപയോഗിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു എണ്ണ അപ്ലൈ ചെയ്തതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞാനതിനെ നിലക്കടല ഒരു കപ്പ് നിലക്കടല എടുത്തിട്ട് അതിനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് ചെയ്യാവുന്നതാണ് ആദ്യം. അല്ലെങ്കിൽ കുക്ക് ചെയ്യണമെന്ന് കുക്ക് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. ഞാൻ അപ്പം തന്നെ കുക്ക് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നിലക്കടലേനെ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എത്ര നിലക്കടല എടുത്തോ, അപ്പോൾ നിലക്കടലേൻ്റെ കൂടെ നമുക്ക് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം അളവിൽ തന്നെ നമ്മൾ അരിയും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കപ്പ് നിലക്കടല എടുത്തപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ആ അരിനെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ മൺചട്ടി നന്നായി ഒന്ന് ചൂടാവേണ്ട സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. അത് നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിനൊന്ന് നമ്മുടെ പിന്നെ എന്ത് കുക്കിങ്ങും നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു അരിനെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. വറുത്തെടുത്തിട്ട് നമ്മൾ എത്ര അരി എടുത്തോ എത്ര നിലക്കടല എടുത്തോ അതേപോലെ തന്നെ ഞാനിവിടെ തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ട് അതും നമുക്ക് ഈ ഒരു ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്, അതും നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ശർക്കര വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ മൊത്തമായിട്ട് ഞാൻ ഉരുക്കിയിട്ട് നമ്മൾ അരിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ശർക്കര വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉരുക്കാനുള്ള ആ ഒരു ടൈമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളത് നിലക്കടല ഉണ്ടല്ലോ, നിലക്കടലേൻ്റെ തോലെല്ലാം നന്നായി കൈകൊണ്ട് ഞെരടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ, നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കോരിയെടുക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, ആ അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിലുള്ള പൊടികളെല്ലാം പോയിട്ട് കടല മാത്രമായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ചേറിക്കുടഞ്ഞൊക്കെ എടുക്കണം. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ചേറിക്കുടഞ്ഞെടുക്കാനൊന്നും അത്യാവശ്യം അറിയില്ല. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പ വഴിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടെങ്കിൽ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ തോലെല്ലാം തന്നെ ആ ഒരു അരിപ്പയുടെ ഇതിൽ കൂടെ നമുക്ക് പുറത്തേക്ക് വരികയും ചെയ്യും. കടല മാത്രമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം നല്ലപോലെ തന്നെ ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചൂടോടുകൂടി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കരുത്. അപ്പോൾ മിക്സിയുടെ ജാറിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇത് മൂന്നും പൊടിച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ അരിയിട്ട് കൊടുത്തതിന് ശേഷം വേണം തേങ്ങയും കടലയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ അരിയിട്ട് ഫുള്ള് ബാക്കിയുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നന്നായി പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ആദ്യം കടലയാണ് ഇടുന്നതെങ്കിൽ കടല അടിയിൽ നനവോടുകൂടി തന്നെ അങ്ങനെ അതിൽ എണ്ണയെല്ലാം ഊർന്നിട്ട് നമുക്ക് ഒന്നും ശരിക്കും പൊടിഞ്ഞ് ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ തയ്യാറാക്കുന്നത് വെച്ചാൽ അരി ഉണ്ടയാണ്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് നാൾ നമുക്കിത് സൂക്ഷിക്കാനും സാധിക്കും. നമ്മൾ മക്കളാരെങ്കിലും ഹോസ്റ്റലിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നമ്മളിതുപോലെ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് മാസങ്ങളോളം തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതെല്ലാം നമ്മൾ വറുത്തെടുത്തതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്കിത് ഒരുപാട് നാൾ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു മൺചട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ശരിക്കും നമ്മൾ കയ്യിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഉരുട്ടാൻ പാകത്തിനാവുന്ന രീതിയിൽ നമ്മൾ ഈ ശർക്കര ഒഴിക്കുക. ആ ഒരു പാകത്തിൽ മതി. ഒരുപാട് ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ ഒന്നില്ലെങ്കിൽ നെയ്യോ
അല്ലെങ്കിൽ കൈ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയുമാണ്. നമ്മളിതിലേക്ക് എത്ര നട്ട്സൊക്കെ കൂടുതലിടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിലക്കടല മാത്രമല്ല ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്തയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മൺചട്ടിയൊക്കെ സീസണിങ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സീസണിങ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും സാധിക്കും കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ 2 എളുപ്പ വഴികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആണെന്ന് വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.